നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കെ തൊണ്ടിമുതൽ തിരിമറി കേസിലെ വിധി രാഷ്ട്രീയമായി വൻ തിരിച്ചടിയാണ് ആന്റണി രാജുവിന്. അങ്ങനെ MLA ആന്റണി രാജു വെറും ആന്റണി രാജുവായി. ഞാൻ ഈ കേസിൽ പൂർണ്ണമായും നിരപരാധിയാണ്. അതേത് കള്ളനും പറയുന്നതല്ലേ? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ കേസിൽ പൂർണ്ണമായും നിരപരാധിയാണെന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട്. ആ ആത്മവിശ്വാസമാണ് എന്നെ നയിക്കുന്നത്. സമ്മതിച്ചിരിക്കുന്നു. എല്ലാവർക്കും അറിയാം ഈ കേസിൽ ആന്റണി രാജു പ്രതിയാണെന്നും എന്താണ് അദ്ദേഹത്തിന് മേൽ ആരോപിക്കപ്പെടുന്ന കുറ്റമൊന്നും. കോടതികളിൽ നിരപരാധികളും ശിക്ഷിക്കപ്പെടാം എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. ശരി, ജട്ടി അടിച്ചു മാറ്റി അളവ് തയ്പ്പിച്ച് കുറച്ചതിന് ശേഷം തിരികെ കൊണ്ട് കോടതിയിൽ കൊടുത്തതിന്റെ പേരിൽ ഇന്നേ വരെ 3 വർഷം ജയിലിൽ കടന്നിരിക്കുന്ന മറ്റ് നിരപരാധികളുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അത് ഈ നാട്ടിൽ നല്ല നാടൻ ജട്ടികൾ കിട്ടുമായിരുന്നു. എന്നിട്ട് നിങ്ങൾ അന്യദേശക്കാരന്റെ ജട്ടിയല്ലേ അടിച്ചു മാറ്റാൻ പോയത്? യാതൊരു തെളിവും എനിക്കെതിരെ യാതൊരു തെളിവും ഇല്ല എന്നുള്ളതാണ് എന്റെ ആത്മവിശ്വാസം. അപ്പോൾ സ്വന്തം കൈകൾ ശുദ്ധമാണെങ്കിൽ ഈ ജട്ടി വെട്ടിച്ചുരുക്കിയതിൽ കൈകളില്ലെങ്കിൽ അത് വാങ്ങിക്കൊണ്ടുപോയി വെട്ടിച്ചുരുക്കി എന്ന് ഫോറൻസിക് അന്വേഷണത്തിലടക്കം വെളിപ്പെട്ടതാണ്. എന്ന് വെച്ചാൽ ശാസ്ത്രീയമായിട്ട് പോലും തെളിഞ്ഞ കാര്യമാണ്. പിന്നെയും ആന്റണി രാജു എന്തിനാണ് ന്യായീകരിച്ച് മെഴുകാനായിട്ട് ശ്രമിക്കുന്നത്? നിയമത്തിന്റെ വഴിക്ക് പോയി. ഞാനൊരു ഇന്ത്യൻ പൗരനാണ്, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആളാണ്, നിയമത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് നിയമപരമായി നേരിടുകയല്ലാതെ എനിക്ക് വേറെ മാർഗമില്ലല്ലോ. വേറെന്താ മാർഗം? നീ ഇവിടെ ഇരുന്ന് സംസാരിക്കടാ. നിയമപരമായി നേരിടുകയല്ലാതെ മാർഗമില്ല. നിരപരാധികൾ എത്ര പേര് ശിക്ഷിക്കപ്പെട്ട് ഇന്ന് ജയിലുകളിൽ കഴിയുന്നുണ്ട്. ആന്റണി രാജു സ്വന്തം കൈപ്പടയിൽ ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നതിന്റെ, അദ്ദേഹം എഴുതി കൊടുത്ത് തെളിവുണ്ടാക്കിയിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടുന്ന സമയത്ത് നിരപരാധികളും ഇവിടെ ശിക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞിട്ട് എന്ത് മാന്യതയുടെ കുപ്പായം അണിയുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ശ്രമിക്കുന്നത്? അങ്ങനൊന്നുമില്ല. ഞാൻ 100% ഈ കേസിൽ നിരപരാധിയാണെന്നുള്ള എനിക്ക് നല്ല ഉത്തമബോധ്യമുണ്ട്. എന്റെ പൊന്നെണ്ണ, സ്വർണം കട്ടെന്നൊക്കെ പറയുന്നതിന് പിന്നെ ഒരു അന്തസ്സുണ്ട്. ഒന്നുമില്ല, ഒരു പവന് താണ്ട 1 ലക്ഷം രൂപയ്ക്ക് മേളില ഒരു ജട്ടി കട്ടവൻ പ്രസ്ഥാനത്തെ നാറ്റിച്ച് കളഞ്ഞു. അത് ഇപ്പൊ എന്ത് ചെയ്യാനൊക്കെ. അതിൽ ഞാൻ പറയുന്നത് നിരപരാധികളും ചില കാലഘട്ടങ്ങളിൽ ചില കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്ന ചരിത്രമുണ്ട്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. തൃപ്തിയായില്ലെന്ന് തോന്നുന്നു. ഇതേപോലെ ഒരു നാറ്റക്കേസിൽ പെട്ടിട്ട് അകത്ത് പോകാനായിട്ട് ഇരിക്കുന്ന ഒരാള് എന്ത് മാന്യതയാണ് അദ്ദേഹം ഇവിടെ നടിക്കാനായിട്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? എന്ത് തരത്തിലുള്ള നിരപരാധിത്വമാണ് അദ്ദേഹം പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്? ഇത്രയും വിവരമില്ലാത്ത ഒരു മനുഷ്യനെ എന്റെ ലോങ് ലൈഫിൽ ഞാൻ ഫസ്റ്റ് ടൈം കാണാം. ജനസേവന ജനാധിപത്യത്തിന്റെ വക്താക്കളെല്ലാം നിലം തൊടാതെ ഇപ്പോൾ പറക്കുകയാണ് സുഹൃത്തുക്കളെ. ഒറ്റയടിക്കലെ തെളിഞ്ഞു വന്ന ലൈഫിന്റെ ഫിലമെന്റ് അടിച്ചു പോയത്. VS അച്യുതാനന്ദനാണ് 2006 ആന്റണി രാജുവിന് മത്സരിക്കാനുള്ള അവസരം നിഷേധിച്ചത്. LDF അതൊന്നും അംഗീകരിക്കുന്നില്ല. അവരൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളാകില്ല, ആയിരിക്കില്ല. കാര്യങ്ങളിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടേ ഇരുന്നു എന്നുള്ളതാണ് VSന്റെ പ്രത്യേകത. അതുകൊണ്ട് VS ആയിരുന്നുകൊണ്ടാണ് അന്ന് ആന്റണി രാജുവിന് മത്സരിക്കാൻ പറ്റാതെ പോയത്, പിണറായി വിജയന് മത്സരിക്കാൻ പറ്റാതെ പോയത്, നീലോദാസനർക്ക് മത്സരിക്കാൻ പറ്റാതെ പോയത്, PJ ജോസഫിനും കുരുവിളക്കും രാജിവെക്കേണ്ടി വന്നത്. ഇതൊക്കെ VS ആയിരുന്നുകൊണ്ട് സംഭവിച്ചതാണ്. അപ്പോൾ ആ ഒരു ധാർമ്മികത, നൈതികത, രാഷ്ട്രീയ സദാചാരമൊന്നും ഇനി പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. വലതുകാലം വെച്ച് കേറിയപ്പോഴേ എനിക്ക് തോന്നുക അവസാനിക്കോ. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയുള്ള ആളുകൾ മതി. ഇപ്പോൾ കഴിഞ്ഞ മന്ത്രിസഭയിലെ മന്ത്രിമാർ മോശമായിട്ടാണ് അവർ മാറ്റിയത്. അവർക്ക് സീറ്റ് കൊടുക്കാറുണ്ട്. G. സുധാകരന്റെ സ്ഥാനത്ത് മുഹമ്മദ് റിയാസ് വന്നത്. സജി ചെറിയാനെ പോലെ, വാസവനെ പോലുള്ള ആളുകൾ മന്ത്രിമാരായിട്ട് വന്നതുകൊണ്ട് യോഗ്യന്മാരായ ആളുകൾ ഇല്ലാത്തതുകൊണ്ടാണോ? അല്ല, ഇവർക്കുള്ള യോഗ്യത മറ്റുള്ള ആളുകൾക്ക് ഇല്ലായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അവർക്ക് മന്ത്രിമാരാകാൻ പറ്റാതെ പോയതും ഇവർക്ക് മന്ത്രിമാരാകാൻ പറ്റിയതും. അപ്പൊ ഇങ്ങനത്തെ ഒരു കൂട്ടത്തിൽ ആന്റണി രാജു വളരെ യോഗ്യനായിട്ടുള്ള ആളാണ്. ലഹരി മരുന്ന് കൊണ്ടുവന്ന ഒരാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിയ ഒരാളാണ്. എന്നിട്ടാണ് ആ ആളെ ഇത് അറിഞ്ഞുകൊണ്ട് പിണറായി വിജയൻ മന്ത്രിസഭയിലാക്കിയത്. അദ്ദേഹത്തിന് ഇതിന് പരമയോഗ്യനായത് തന്നെ. അത് തന്നെയാണ് ഏറ്റവും വലിയ യോഗ്യത. നല്ല രീതിയിൽ കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റും. നല്ല ചുറുചുറുക്കുള്ള ആളാണ്. കാര്യങ്ങൾ നല്ല ഭംഗിയായി നിർവഹിക്കാൻ പറ്റും. പിന്നെ ആന്റണി രാജു കഴിഞ്ഞ 5 കൊല്ലം എന്താ ചേർന്നത്? ഏഷ്യാനെറ്റ് അടക്കമുള്ള ചാനലുകളിൽ ചർച്ചയ്ക്ക് വരികയും പിണറായി വിജയനെ നിതരാം സ്തുതിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അതിനൊരു പ്രത്യുപകാരമായിട്ടാണ് അദ്ദേഹത്തിന് ഈ സീറ്റ് കൊടുത്തത്. കൂടെയുള്ളവരിൽ അധികവും ഉഡായിപ്പുകളാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ ക്യാബിനറ്റിൽ ഉൾപ്പെടുത്താൻ മനസ്സ് കാണിച്ച മുഖ്യദാസനോട് ജയിലിൽ പോകുന്നതിന് മുൻപായിട്ട് ശ്രീ ആന്റണി രാജു ഒരു കൃതജ്ഞത നേരിട്ട് ചെന്ന് രേഖപ്പെടുത്തണം എന്നാണ് ഞങ്ങളുടെയൊക്കെ ഭാഗത്തു നിന്നുള്ള എളിയ അഭ്യർത്ഥന. ഏതായാലും ലോക ചരിത്രത്തിൽ ഇടം നേടുന്നവരെല്ലാം സഖാക്കളാണ് എന്ന കാര്യത്തിൽ പ്രത്യേകമായിട്ട് ഇവർക്ക് അഭിമാനിക്കാം. ഒരു ജട്ടി കോടതിയിൽ കയറി മോട്ടിച്ചതിന്റെ പേരിൽ
ഒരു MLA സ്ഥാനം പോകുന്ന ലോകത്തിലെ ആദ്യ വ്യക്തി എന്ന റെക്കോർഡ് അണ്ണന് സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ നിനക്ക് അഭിമാനിക്കാമല്ല. ഈ ഒരു കേസിലെ ശിക്ഷ എന്ന് പറഞ്ഞാൽ ജയിലിൽ പോലും മാത്രമല്ല, ജയിലിൽ പോവുക എന്ന് പറഞ്ഞാൽ അത് ഇപ്പൊ കിട്ടിയ ശിക്ഷയ്ക്ക് ഒരു അധിക ശിക്ഷയായിട്ട് വിചാരിച്ചാൽ മതി. ഒരു പൊതുപ്രവർത്തന സംബന്ധിച്ചിടത്തോളം കോടതിയിലേക്ക് ഒരു വിധി വരുന്നു, ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റാതെ പോകും, നിന്ന നിപ്പിൽ MLA സ്ഥാനം ഇല്ലാതാവും. ചെറിയ കാര്യമല്ലല്ലോ. പാവം രാജുവണ്ണൻ അറിഞ്ഞോ സായിപ്പിന്റെ കൗപീനത്തിലാണ് അണ്ണന്റെ രാഷ്ട്രീയ ഭാവി കടന്നതെന്ന്. നീതിപീഠം നീതി നിർവഹിക്കുന്ന ഒരു നാൾ വരും. എത്ര വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും എത്രയധികം സമയത്താണെങ്കിലും അങ്ങനെ ഒരു നാൾ വരും. ആ സമയത്ത് ജനങ്ങളോട് തിരിഞ്ഞു നിന്ന് എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ പോലും നിങ്ങൾക്ക് സാധിക്കില്ല. അതിനുള്ള പവറും അതിനുള്ള ശബ്ദവും നിങ്ങൾക്കുണ്ടാവില്ല. ഈ സത്യം ഇന്നല്ലെങ്കിൽ നാളെ എപ്പോഴെങ്കിലും ഒരിക്കലും പുറത്തു വരും എന്നുള്ളതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അധികാരമുള്ള സമയത്ത് മാത്രമേ അത് ഉപയോഗിച്ച് മനുഷ്യരെ അവർ സത്യമാണ് പറയുന്നതെങ്കിൽ പോലും അടിച്ചമർത്താൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. അതില്ലാതെ വരുന്ന ഒരു സമയത്ത് അവർ പറയുന്നതും കാണിക്കുന്നതും ചെയ്യുന്നതുമെല്ലാം നിസ്സഹായതയോടെ നോക്കി നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ടല്ലോ. അതാണ് ഇന്നലെ ആന്റണി രാജുവിന്റെ സംഭവത്തിൽ കണ്ടത്. സത്യം എന്താണെങ്കിലും ഒരിക്കൽ പുറത്തു വരും. ഇതുപോലുള്ള തട്ടിപ്പുകളൊക്കെ നടത്തുന്നവര് അത് ഓർത്തിരിക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. സംഗതി കുഴപ്പത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. പുള്ളിക്ക് വല്ലാത്ത ഒരു ആത്മവിശ്വാസമായിരുന്നു. മാസങ്ങൾക്ക് മുമ്പ് കൂടി ഈ വിഷയത്തിൽ പുള്ളി പ്രതികരിച്ചു. കോടതി പറയട്ടെ, ഇത് തന്നെയാണ് മുഖ്യദാസൻ തൊട്ട് ഇങ്ങോട്ടുള്ള എല്ലാവരും നിരന്തരം ആവർത്തിക്കുന്നത്. കോടതി പറയട്ടെ, ആരെങ്കിലും ഒരാളൊരു തെറ്റ് ചെയ്ത് ആ കുറ്റം തെളിഞ്ഞാൽ പോലും കോടതി ശിക്ഷ വിധിക്കട്ടെ, അപ്പോഴേ അവരെ നമ്മൾ തെറ്റുകാരായി കാണുകയുള്ളൂ. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. എല്ലാത്തിനും ഒരു സമയമുണ്ട്. വിതയ്ക്കാൻ ഒരു കാലം, കൊയ്യാൻ ഒരു കാലം, അപ്പൊ തൊണ്ടി മുതൽ മാറ്റാൻ ഒരു കാലം, അതിൽ ശിക്ഷ കിട്ടാൻ വേറൊരു കാലം. അങ്ങനെ വിചാരിച്ചാൽ മതി. ശവത്തി കുത്തരുത്. അപ്പൊ താൻ ആരാണെന്ന് സ്വയം ഒരു ബോധം ഉണ്ടല്ലോ. നന്നായി. വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആൾക്കെതിരെയാണ് ഇങ്ങനെ ഒരു കോടതി വിധി വരുന്നതെങ്കിൽ ഇന്നലെ സോഷ്യൽ മീഡിയ പേജുകളിലെല്ലാം അവരാളം വീതം ആഘോഷിച്ചേനല്ലോ. പക്ഷെ ഒരാളുടെയും പേജുകൾ ഇതിനെ സംബന്ധിച്ച് ഒന്നും മിണ്ടിയിട്ടില്ല. അല്ല നാം എന്താണെന്നും ഉണ്ടായിരിക്കുന്നത്. ഇതിനകത്തെന്താ LDF നാണക്കേട്? ഇദ്ദേഹം ഒരു കാലയളവിൽ 4.5 വർഷക്കാലത്തോടെ UDF-നോടൊപ്പം ഉണ്ടായിരുന്ന വിജയ് ജോസഫ് സാർ മന്ത്രിയായിരുന്നു. അന്നത്തെ അങ്ങ് MLA അല്ലെന്ന് മാത്രമേ. അത് ഏത് കേസിലാണ് LDF സമ്മതിച്ചിട്ടുള്ളത്? ഇത് ഞങ്ങൾക്ക് പറ്റിയിരിക്കുന്ന തെറ്റാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരാളിന്റെ ഒരു പ്രശ്നമാണ്, ഏത് കേസിലാണ് പറയുന്നത്? ഒന്നുമില്ലെങ്കിലും നിങ്ങളൊരു നേതാവല്ലേ PCP. ഇപ്പോ പത്മകുമാറുമായി ബന്ധപ്പെട്ട് ശബരിമല കേസ് നടക്കുന്നു. ആ കേസുമായി ബന്ധപ്പെട്ട് ശ്രീ MV ഗോവിന്ദനോട് അഭിപ്രായം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണ്? പത്മകുമാർ MLA അല്ലല്ലോ എന്ന് പറഞ്ഞു. മുകേഷുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ സമാധാനമായിട്ട് മറ്റൊരു കേസ് ഉണ്ടല്ലോ എന്ന് ചോദിക്കുന്ന സമയത്ത് പറയുന്നത് എന്താണ്? അന്നേരം ആ MLA അല്ലല്ലോ എന്നുള്ളതല്ല, പാർട്ടിയുടെ വേറെ അംഗമല്ലല്ലോ, പാർട്ടിയുടെ നേരിട്ടുള്ള ആളല്ലല്ലോ, ഏതെങ്കിലും കമ്മിറ്റിയിലുള്ള അംഗമല്ലല്ലോ എന്നൊക്കെ പറയുക. അപ്പൊ ന്യായം കണ്ടുപിടിക്കുന്നതിന് ഇവർക്ക് പലതും കണ്ടുപിടിക്കും. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. ഇന്നലെ എല്ലാവരും അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ വേദനിച്ചത് വെനസ്വേലയോട് അമേരിക്ക കാണിക്കുന്ന പൈശാചികമായ ആക്രമണത്തെ ഓർത്തായിരുന്നു. പിന്നെ സഖാവിന്റെ തീരുമാനം അറിഞ്ഞിട്ട് വേണം ഇറാഖിന്റെ പുനരുദ്ധാരണം. ഇവിടെ കിടന്ന് കൊല വിളിച്ചിട്ടും കൊമ്പ് വിളിച്ചിട്ട് എന്താ കാര്യം? അല്ല, ഒരു തൊണ്ടി മുതല് കോടതിയുടെ കൈവശം ഇരിക്കുന്ന ഒരു സാധനം എടുത്ത് ആ ജട്ടിയുടെ അളവ് വെട്ടിത്തയ്ച്ച് മാറ്റി അവിടെ കൊണ്ട് വെക്കണമെങ്കിൽ ഇവരുടെയൊക്കെ റേഞ്ച് എന്താണ്, ഇവരുടെയൊക്കെ വിവരം എന്താണ്, ഉഡായിപ്പ് എത്രത്തോളം കയ്യിലുണ്ട്, എത്രത്തോളം ധൈര്യമുണ്ട്, എത്ര ക്രിമിനൽ ചിന്താഗതിയാണ് ഇവരുടെയൊക്കെ ഉള്ളിലുള്ളത് എന്ന് നമുക്ക് മനസ്സിലാകണം. ആന്റണി രാജുവിന്റെ ബുദ്ധി ഒരു വക്കീലിന്റെ കുർമ്മ ബുദ്ധിയാണ്, കുശാഗ്ര ബുദ്ധിയാണെന്ന് പറയില്ലോ. അത് ക്രിമിനൽ പണിയാണ് കാണിച്ചത്. ഇതെല്ലാം വെള്ളം തൊടാതെ വിഴുങ്ങാനേ പൊതുജനങ്ങൾ കഴുതയൊന്നുമല്ല. പിന്നല്ലാതെ ഇവിടെ എത്രയോ കഴുതകളെ ഇവര് ജയിപ്പിച്ച് മന്ത്രിമാരാക്കിയിരിക്കുന്നു. ജട്ടിക്കേസ് എന്ന് പറഞ്ഞാൽ അതിന് ലഘൂകരിക്കുകയും കളിയാക്കുകയും ചിരിച്ചള്ളുകയും ചെയ്യുന്ന കേസാണ് ആണെങ്കിൽ പോലും ഇതിലുണ്ടായ എന്തൊക്കെയാണ്? ഇത് കേരള പോലീസിനെ കബളിപ്പിച്ചു, നീതിന്യായ വ്യവസ്ഥയെ കബളിപ്പിച്ചു, സത്യം എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റിയെ കബളിപ്പിച്ചു, മൊത്തത്തിൽ വഞ്ചിച്ചു. പോലീസിനെയും ജുഡീഷ്യറിയെയും ഒരുപോലെ വിഡ്ഢികളാക്കി അവരാരെന്ന് കണ്ടെത്തി വേണം ശിക്ഷിക്കാൻ. കൊടിയ വഞ്ചന നടത്തിയ ഒരു വഞ്ചകൻ, വക്കീൽ നല്ല വിളിക്കണം, ഒരു വഞ്ചകൻ. ഇവരൊക്കെയാണ് ഓരോ വകുപ്പിലായിട്ട് കയറി ഇരുന്ന് നമുക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഒരു കാശിന് കൊള്ളില്ല, 9 കാശിന് ഉപദ്രവവും. ഇനിയിപ്പോ ഇതിനെപ്പറ്റി ഗോവിന്ദൻ മാസ്റ്റർ വരുന്ന മെഴുകൽ എന്താണെന്ന് അറിയാവോ? ഇപ്പൊ മനസ്സിലായില്ലേ? നമ്മുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ആണെങ്കിലും ശരി, അവർ കുറ്റം ചെയ്താൽ അവർ ശിക്ഷിക്കപ്പെടും. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ ഒരു നടപടികളും ഉണ്ടായിട്ടില്ലല്ലോ. 12 കൊല്ലം കുഴലിട്ടാലും നിവരാത്ത പട്ടിയുടെ വാലില്ലേ, അതുപോലെയാ തന്റെ മനസ്സ്, അതുപോലെയാ തന്റെ നട്ടല്. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ട്, ശിക്ഷിക്കപ്പെടട്ടെ. അതിനകത്ത് നമുക്ക് എന്താ പ്രശ്നം ഇരിക്കുന്നത്? ഇപ്പൊ LDF-നകത്ത് പ്രവർത്തിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളിൽ ഒരാൾ പോലും ശിക്ഷിക്കപ്പെടാത്ത ആളാണെന്നൊക്കെ പറഞ്ഞ അവകാശമൊന്നും ഞങ്ങളെ സംബന്ധിച്ചിട്ടില്ല. അദ്ദേഹം തെറ്റുകാരാണ്, അദ്ദേഹം ശിക്ഷ ഏറ്റുവാങ്ങട്ടെ, അദ്ദേഹത്തിന് മേൽക്കോടതിയിൽ പോവാം, അദ്ദേഹത്തിന്റെ അവകാശവാദങ്ങളോട് ഉന്നയിക്കാം. ഹരിചന്ദ്ര, എന്റെ അടുത്ത് വേലിറക്കല്ലേ, നിന്നെ എനിക്ക് അറിഞ്ഞൂടെ? പതിറ്റാണ്ടുകളായിട്ട് പരമാവധി ശ്രമിച്ച് കോടതി വിട്ടില്ല, മുകളിലിരിക്കുന്ന ആൾ വിട്ടില്ല.
അത് കാലത്തിന് അതിന്റെ നീതി നടപ്പിലാക്കിയേ പറ്റുള്ളൂ. പക്ഷെ ഇവര് പറയും ഞങ്ങൾ യാതൊരു വിധത്തിലുള്ള സഹായങ്ങളും ചെയ്തു കൊടുക്കാത്തതിന്റെ പേരിലാണ്, ഞങ്ങൾക്ക് സത്യം തെളിയണമെന്നുള്ള ഒറ്റ ഒരു ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു സപ്പോർട്ടും കൊടുക്കാതിരുന്നത്. ഇതാ തെറ്റ് ചെയ്തെങ്കിൽ ശിക്ഷ അനുഭവിക്കട്ടെ, നമ്മളൊന്നും പറയത്തില്ല ശിക്ഷിക്കേണ്ടത്. ഞാൻ അവനെ അടിക്കാതെ കേട്ടില്ല. പക്ഷെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒരു യോഗം ഉണ്ടല്ലോ, അത് ചില്ലറയല്ല. മാങ്ങ മോട്ടിച്ച പോലീസുകാരനും ജട്ടി മോട്ടിച്ച ഒരു മന്ത്രിയായിട്ടിരുന്ന ആളും ഇപ്പൊ നിലവില് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് വരെ MLA ആയിട്ടിരുന്ന ആളും ഒക്കെ എന്റെ സ്വന്തമായിരുന്നു എന്ന് ഞെളിഞ്ഞെന്ന് പറയാനുള്ള ഒരു അവസരം ഉണ്ടായില്ലേ? മനുഷ്യന്റെ ഒരു അവസ്ഥയെ അയ്യേ കഷ്ടം. സ്വർണം കട്ട ആളുകൾ മുതൽ കോടതിയിലെ തൊണ്ടി മുതലായ അടിവസ്ത്രം മോഷ്ടിച്ച ആളുകൾ വരെയുള്ള ഒരു കൂട്ടമായി ഇന്ന് ഇടതുമുന്നണി മാറിയിരിക്കുകയാണ്. നിന്റെ സമയം ഇപ്പൊ ഏകദേശം ശരിയായി വരുന്നുണ്ട്. ഈ എല്ലാ ഇന്റലിജൻസും എല്ലാം സംവിധാനം ഉള്ളതാണ് പോലീസ്. എന്നിട്ട് ഇങ്ങനെ ഒരാളെ മന്ത്രിയാക്കി, ഒരിക്കലും ആക്കാൻ പാടില്ലായിരുന്നു അദ്ദേഹത്തെ. തടിയുള്ളതുകൊണ്ട് മാത്രമായോ ആ കഷ്ടകാലം വരുമ്പം കൂടോടെ വരുമെന്ന് പറയുന്ന ഇതിനാ ജട്ടി എങ്കിൽ ജട്ടി. ജനങ്ങൾക്ക് ഏതായാലും കോടതിയോട് വലിയൊരു നന്ദി പറയാനുണ്ട്. നമ്മുടെയൊക്കെ മൂക്കിന്റെ താഴെ പോക്കിട്ട് കാണിക്കുന്നില്ലേ, ഇവനെയൊക്കെ ഇവിടെ വെച്ചോണ്ടിരിക്കാൻ പാടില്ല. പിന്നെ ചിന്ത ചേച്ചിയും ജയ്കണ്ണന്റെയും അനിലണ്ണനെയും ഒക്കെ പോലെയുള്ള ആളുകൾക്ക് മെഴുകാൻ ഒരു ക്യാപ്സ്യൂളുണ്ട്. വെറും ഒരു ജട്ടി മോട്ടിച്ചതിനാണോ നിങ്ങൾ ഇങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവിനെ ഇത്രയും അധപ്പതിച്ച രീതിയിൽ വിമർശിക്കുന്നത്, കളിയാക്കുന്നത്? ഇതൊന്നും നല്ലതല്ല, ജനാധിപത്യ ബോധമുള്ള ഒരു പൗരനും ചേർന്നതല്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മെഴുക. ഏറ്റു എല്ലാം ഞാൻ ഏറ്റു. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, കുറ്റക്കാരനാണെന്ന് ബഹുമാനപ്പെട്ട കോടതി വിധിച്ചതോടുകൂടി പൂർണ്ണമായിട്ടും ദുർബലനായി ഇങ്ങേര് മാറുകയായിരുന്നു. അവിടെ തടിച്ചുകൂടിയ നാട്ടുകാർക്കിടയിൽ ഒറ്റ രക്ഷാപ്രവർത്തകരെ നമ്മൾ കണ്ടില്ല. അതെന്താ കാര്യം? പവറുള്ള സമയത്ത് മാത്രമേ നിങ്ങളുടെ രക്ഷാപ്രവർത്തനമൊക്കെ പാവപ്പെട്ട നാട്ടുകാരുടെ നെഞ്ചത്ത് നടപ്പാകൂ എന്ന് നിങ്ങൾക്കും അറിയാം അല്ലേ? അപ്പോ ഈ കാല് നക്കുന്നവരും കൊട പിടിച്ചവരും വാഴ്ത്തിപ്പാടിയവരും ഒന്നും അധികാരം കയ്യിലില്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പം ഉണ്ടാവില്ല എന്നുകൂടി മനസ്സിലായല്ലോ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇപ്പൊ ഇരുന്ന് സുഖം അനുഭവിക്കുന്നവരുണ്ടല്ലോ, അവരാരും നല്ലവരൊന്നുമല്ല. അവർക്കെല്ലാവർക്കും കൂടി വേണ്ടിയിട്ടുള്ള ഒരു കാഴ്ചയാണ്, അവർക്കെല്ലാവർക്കും കൂടി പകർത്താവുന്ന ഒരു പാഠമാണ് ആന്റണി രാജുവിന് സംഭവിച്ചത്. നിങ്ങൾ രണ്ടാളും എന്തിനാ പരിഭ്രമിക്കണേ? നിങ്ങൾ രണ്ടാളും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, ഞാൻ ചേട്ടൻ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, കോമൺ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഒരു ജട്ടിക്ക് കിട്ടിയ പ്രതിഷേധമാണ് ഇന്നലെ കണ്ടത്. ഇതൊന്നും ആയിരിക്കില്ല ബാക്കിയുള്ളവർ ഈ അവസ്ഥയിൽ വരുമ്പോ കിട്ടുന്നത്. അപ്പൊ വാലും പൊക്കി ഓടേണ്ടി വരും. ഒരു സിറ്റിംഗ് MLA ആണ്, 36 വർഷമായിട്ട് ഈ ഒരു പോക്രിത്തരം കാണിച്ചിട്ടും പാർട്ടിയിലെ അംഗത്വം പോലും നഷ്ടപ്പെടാതെ തുടരുകയാണ്. എങ്ങനെയാണ് ഇദ്ദേഹം തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് എന്നുള്ളതൊരു ചോദ്യമാണ്. പക്ഷെ ഇതിനൊന്നും മറുപടി നിങ്ങൾ ആരും തരരുത് മുതിർന്ന സഖാക്കളെ. നിങ്ങൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകൂ. കാരണം ഈ പോകുന്നവരുടെയൊക്കെ പോക്ക് തിരിച്ചറിവില്ലാത്ത പോക്കുകളാണ്. എല്ലാം കൂടെ ചേർത്ത് നിനക്കൊരു ദിവസം കിട്ടും. നിങ്ങൾ ഇനി ചെയ്യേണ്ടത് ജട്ടിക്കള്ളൻ എന്ന് ആന്റണി രാജുവിനെ വിശേഷിപ്പിച്ച നാട്ടുകാർക്കെതിരെ എല്ലാം കേസെടുക്കുക. പിന്നെ ജട്ടി എന്ന വാക്ക് ഇനി മുതൽ കേരളത്തിൽ ഉപയോഗിക്കുന്നവർക്കെതിരെ കർശനമായ നടപടികൾ ഉണ്ടാകും എന്നൊരു വിളംബരം നടത്തുക. ഇതൊക്കെ കേട്ടിട്ടേ എന്റെ വയറ് കത്തിയിട്ട് പാടില്ല. അതുപോലെ തന്നെ രാജു അണ്ണന്റെ നാശത്തിന് വഴിവെച്ച ജട്ടി എന്ന വസ്തു ഞങ്ങൾ എല്ലാവരും ഇനി മുതൽ ബഹിഷ്കരിക്കുകയാണ് എന്നുകൂടി പ്രഖ്യാപിക്കും. അതൊക്കെ മുൻകൂട്ടി കണ്ട് ബഹിഷ്കരിച്ച ഷഡ്ഷോയ്ക്ക് പ്രത്യേക ഒരു സ്വീകരണം കൊടുത്തേക്കണേ. അപ്പോ K മോഡൽ ജട്ടിക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും ചെളിവാദ്യങ്ങൾ. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.